ഒരു പ്രതികരണം അതിലേക്ക്. जवाब देंगे। माइक ऑन करो, माइक ऑन करो, माइक। അന്വേഷണവുമായി ഫോറൻസിക്കിന്റെ ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തോട് നമ്മൾ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്തായാലും സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. ഫോറൻസിക്കിന്റെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ബാരിക്കേഡിന് മറുവശത്തേക്ക് ഈ ഉദ്യോഗസ്ഥൻ എത്തിയതും. എന്തായാലും അദ്ദേഹത്തിനോട് പ്രതികരണം തേടാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചെങ്കിലും അദ്ദേഹം സമ്മതിക്കാനായിട്ട് എന്തായാലും അന്വേഷണത്തിന്റെ ഒരു പ്രാരംഭഘട്ടമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ ഔദ്യോഗികമായി ഒരു കമന്റ് നടത്താനായി ഇപ്പോൾ ആഗ്രഹിക്കാത്തതും അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്തതും എന്ന് നമുക്ക് പറയാം. എന്തായാലും ഈ ഫോറൻസിക്കിന്റെ വലിയ തോതിലുള്ള പരിശോധന ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കും. എന്തായാലും കുറച്ചുകൂടി കാര്യങ്ങൾ ഡൽഹി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഡോക്ടർ ഉമർ എന്നു പേരുള്ള ആളാണ് കാറ് ഓടിച്ചത് എന്നുള്ള കാര്യം. ഈ ഡോക്ടർ ഉമർ അത് ഫരീദാബാദ് കേസുമായി ഫരീദാബാദ് മൊഡ്യൂളുമായി ബന്ധമുള്ള ആളാണ്. ഇയാളെ പോലീസ് തേടിയിരുന്നു. എന്തായാലും ഇയാളാണ് ചാവേർ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ എന്തായാലും പോലീസിനുള്ളത്. ഇയാളുടെ മൃതശരീര ഭാഗങ്ങളാണ് ഇന്നലെ പോലീസിന് ഈ സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ചതും അത് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നതും DNA പരിശോധന നടത്തേണ്ടതുണ്ട്. താരീഖിനെ സംബന്ധിച്ച് ഇതിന്റെ എല്ലാം സൂത്രധാരൻ ഒരുപക്ഷെ താരീഖ് ആയിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും അധികം ഉള്ളത്. അയാളെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടുള്ള വിവരങ്ങൾ സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. അതെന്തായാലും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതായത് ഡൽഹി പോലീസും അതുപോലെ മറ്റ് സുരക്ഷാ ഏജൻസികളും താരീഖിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള വിവരം നൽകുന്നത് വരെ നമുക്കതിന് കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം തന്നെയാണ് പറയാൻ സാധിക്കുക. പ്രത്യേകിച്ചും ഇന്നലെ ഈ താരീഖിനെ സംബന്ധിച്ച് അയാളുടെ വീട്ടിലേക്ക് പോലീസ് എത്തിയിരുന്നു, അന്വേഷണ ഏജൻസികൾ എത്തിയിരുന്നു, അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ പക്ഷെ ലഭിച്ചില്ല എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചതും. പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് റിപ്പോർട്ടുകൾ മാത്രമായിട്ടാണ് പുറത്തു വരുന്നത്. എന്തായാലും ഏറ്റവും പുതുതായി പറയാൻ സാധിക്കുക ഡോക്ടർ ഉമർ എന്ന് പറയുന്ന ഫരീദാബാദ് കേസുമായി ബന്ധമുള്ള ഒരാളാണ് ഈ കാർ ഓടിച്ചത്. കാറിനകത്തുണ്ടായിരുന്നത് അയാളായിരുന്നു. കാർ പൊട്ടിത്തെറിക്കുമ്പോഴും ഉണ്ടായിരുന്നത് അയാളായിരുന്നു. അയാളുടെ മൃതശരീര ഭാഗങ്ങളായിരിക്കാം ഒൻപതാമതായി ഇവിടെ നിന്നും ലഭിച്ചത്, സംഭവ സ്ഥലത്ത് നിന്നും ലഭിച്ചത് എന്നുള്ള കാര്യവും അത് സ്ഥിരീകരിക്കാൻ ഇനി ഇത് DNA പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാവൂ. ഫോറൻസിക് വിദഗ്ധൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയെങ്കിലും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ വിശദമായ പരിശോധനകൾ അവിടെ നടക്കുകയാണ്. ഡോക്ടർ ഉമർ ആണ് ഇതിൽ ചാവേറായി മാറിയതെന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫരീദാബാദിലെ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ കേസുമായി ഇതിന് ബന്ധമുണ്ട്. ഒരു വലിയ ശൃംഖല തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ അർജുൻ? മോത്തി, അത്തരത്തിലുള്ള സംശയങ്ങൾ തന്നെയാണ് പോലീസും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഫരീദാബാദ് മൊഡ്യൂളിന് നേരിട്ട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ ഫരീദാബാദ് കമ്മീഷണർ വ്യക്തമാക്കിയതാണ്. അതായത് ഈ 3 ഡോക്ടർമാർ അറസ്റ്റിലായിട്ടുള്ള ആദിൽ അഹമ്മദ്, അതുപോലെ തന്നെ മുസമ്മിൽ, മൂന്നാമത്തെ വനിതാ ഡോക്ടർ, ഈ 3 പേർക്കും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഈ 4ാമൻ ഡോക്ടർ ഉമറും ഫരീദാബാദ് കേസുമായി, അതായത് അമോണിയം നൈട്രേറ്റ് വലിയ തോതിൽ കണ്ടെത്തത്, അതുപോലെ തന്നെ ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ ഇതെല്ലാം കണ്ടെത്തിയ ആ കേസിലെ മറ്റൊരു കണ്ണിയാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അയാളാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ പറയപ്പെടുന്നു. അയാളാണ് പൊട്ടിത്തെറിച്ചത് എന്നുള്ള കാര്യം കൂടി പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്കും ജെയ്ഷെ മുഹമ്മദുമായിട്ടായിരിക്കും ബന്ധം. ഇതെല്ലാം വഴി ചൂണ്ടുന്നത് നേരത്തെ ഈ ജെയ്ഷെ മുഹമ്മദിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം പറയേണ്ടി വരും. എന്തായാലും അത് സ്ഥിരീകരിച്ച് ഇനി ഔദ്യോഗികമായി NIA-യോ അതല്ലെങ്കിൽ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലോ നമ്മളെ അറിയിക്കും. ഈ അന്വേഷണം എല്ലാം തന്നെ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് എടുത്തതിന് ശേഷം, അതായത് താരീഖിനെ അടക്കം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ ലഭിച്ച് കൂടുതൽ നടന്ന സ്ഫോടനത്തിൽ 500 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണിരുന്നു. ഈ തെറിച്ചു വീണ ശരീരഭാഗങ്ങളാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിൽ കാണാനാവുന്ന അതാണ്.